വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറ റോഡിൽ ഗ്രാമ്പിയിൽ തോട്ടിൽ പഴകിയ മത്സ്യ അവശിഷ്ടം നിക്ഷേപിച്ചതായി പരാതി. മാലിന്യം തള്ളിയ സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പീരുമേട് താലൂക്കിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലേക്ക് പോകുന്ന പ്രധാന പാതയോട് ചേർന്നൊഴുകുന്ന തോട്ടിലാണ് പഴകിയ മത്സ്യാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചത്. പലവിധ ആവശ്യങ്ങൾക്കായി പ്രദേശവാസികൾ ഉപയോഗിക്കുന്ന തോട്ടിലെ വെള്ളത്തിലാണ് മത്സ്യ അവശിഷ്ടം തള്ളിയത്. പറഞ്ഞ മാതിരി മീൻ കച്ചവടക്കാർ വന്ന് പെട്ടി ഹോട്ടലിൽ വന്ന് ചീഞ്ഞ മീനൊക്കെ നടുവെള്ളത്തിനകത്ത് ഇട്ടച്ച് വരികയാണ്. ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അലക്കുന്നത് കുളിക്കുന്ന വെള്ളമാണിത്. റിസോർട്ടിൽ പോലും ഈ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ പെട്ടി ഹോട്ടലിൽ കൊണ്ടുവന്ന് മീനൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അത് പഞ്ചായത്തുകാർ ഇത് ഞങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുത്തു തരണമെന്ന് ആവശ്യിക്കുന്നു. പ്രദേശത്തുകൂടി പെട്ടി ഓട്ടോറിക്ഷയിൽ മത്സ്യവിപണനത്തിനെത്തുന്നവരാണ് ഉപയോഗശൂന്യമായ മത്സ്യം തോട്ടിൽ നിക്ഷേപിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ വെള്ളം നമുക്ക് അലക്കാനും കുളിക്കാനും വെള്ളമില്ലാത്ത സ്ഥലത്ത് ദൂരെയുള്ളവരെല്ലാം ഇവിടെ വന്നാണ് അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊരു ബുദ്ധിമുട്ടാണ്. അതിനാൽ പഞ്ചായത്ത് ഇതിന് തക്കതായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുൻപും ഇത്തരത്തിൽ സമാന സാഹചര്യം മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. വേനൽ കടുത്തതോടെ ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് പഴകിയ മത്സ്യാവശിഷ്ടം തോട്ടിൽ നിക്ഷേപിച്ചത്.